അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം. അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം. ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ഭാർഗവൻ മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം. ഭാർഗവൻ മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം. ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം. ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം. ഭേദഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന. ഭേദഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം. അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം. ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ഭാരതപ്പുഴ രാമകഥയാൽ സരയുവാക്കിയ തൂലിക. ഭാരതപ്പുഴ രാമകഥയാൽ സരയുവാക്കിയ തൂലിക. പൗരുഷം പടവാളിളക്കിയ പുരളിമല തൻ ഗർജനം. പൗരുഷം പടവാളിളക്കിയ പുരളിമല തൻ ഗർജനം. ആത്മബലിയാൽ ആർഷഭാരത ഗരിമ കാത്ത പരാക്രമം. ആത്മബലിയാൽ ആർഷഭാരത ഗരിമ കാത്ത പരാക്രമം. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം. അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം.
ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. നവഭഗീരഥ സംഘമായിരം അതിവിശുദ്ധ തപസ്സിലും. നവഭഗീരഥ സംഘമായിരം അതിവിശുദ്ധ തപസ്സിലും. ഋഷികുലങ്ങൾ പടുത്തുയർത്തിയ ധർമ്മബോധത്തികവിലും. ഋഷികുലങ്ങൾ പടുത്തുയർത്തിയ ധർമ്മബോധത്തികവിലും. പുതിയ ഭാരതമാരചിക്കാൻ അണികൾ ചേർന്നണയും നിതാ. പുതിയ ഭാരതമാരചിക്കാൻ അണികൾ ചേർന്നണയും നിതാ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം. അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം. ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കും ആരംഭിക്കാൻ പോകുന്നു. മുഴുവൻ സജ്ജനങ്ങളെയും ഈ വേദിക്ക് അരികിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ആരംഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം സംഗീത സദനം ശ്രീ ഗോപി അവരെ ക്ഷണിക്കുന്നു. ക്ഷിപ്രപ്രസാദി ഭഗവൻ ഗണനായകമേ, വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം. സർവത്ര കാരിണി സരസ്വതീ ദേവി വന്നന്നാവിൽ കളിക്ക. സരസ്വതീ ദേവി വന്നൻ നാവിൽ കളിക്ക. ഭൂമി ദേവിക്കു വന്ദനം. കണയം ശ്രീ കുറുമ്പ ഭഗവതിക്കു വന്ദനം. വേദിയിൽ മഹത് വ്യക്തികൾക്കു വന്ദനം. മാന്യ സദസ്സിനു വന്ദനം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു.
സംപൂജ്യ സന്യാസിവര്യന്മാർ, ബഹുമാനപ്പെട്ട ശശിര ടീച്ചർ, ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രേട്ടൻ, ബാക്കി സദസ്സിലും പുറത്തും ഇരിക്കുന്ന ബഹുമാന്യപ്പെട്ട മുഴുവൻ ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. 1964 സ്വാമിജി ചിന്മയാനന്ദജി മഹാരാജിൻ്റെ മുംബൈയിലുള്ള സാന്ദീപനി ആശ്രമത്തിൽ വെച്ച് സംഘത്തിൻ്റെ ആ കാലഘട്ടത്തിൽ സർസംഘചാലകായിരുന്ന പരംപൂജനീയ ഗുരുജിയും അതുപോലെ തന്നെ ശങ്കരാചാര്യന്മാരും ധർമാചാര്യ ഗുരുക്കന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന് രൂപീകരണം കൊടുത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഈ 2013-2014 കാലഘട്ടം, ഈ ഒരു വർഷക്കാലം അതിൻ്റെ 50ാമത് വർഷം ആഘോഷിക്കുകയാണ്. പവിത്രമായ ഗംഗ നമ്മുടെ മാതാവാണ്. പഞ്ചമാതാക്കളിൽ പ്രധാനപ്പെട്ട മാതാവായിട്ട് ഗംഗാ നദിയെ നാം പൗരാണികമായിട്ട് തന്നെ പറയുന്നു. പെറ്റമ്മയും അതുപോലെ തന്നെ പിറന്ന നാട് നമുക്ക് അമ്മമാരാണ്. ഗോമാതാവ്, അതുപോലെ തന്നെ ഗംഗാമാതാവ്, തുളസി മാതാവ്. ആ ഗംഗാമാതാവിനെ മുഴുവൻ ഗ്രാമാന്തരങ്ങളും വീടുകളിലും എത്തിക്കുന്നതിന് വേണ്ടി ഏകതാ യാത്ര മുഴുവൻ വീടുകളിലേക്കും ഗംഗാനദിയിലെ പുണ്യജലം തീർത്ഥത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ എറണാകുളത്തും എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള വിശാല ഹിന്ദു സമ്മേളനങ്ങൾ നടത്തി. അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്കറിയാം. അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ശ്രീരാമ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 1982-83 കാലഘട്ടത്തിൽ അവിടുത്തെ ആ ഒരു ഇഷ്യൂ, അവിടുത്തെ വിഷയം രാജ്യവ്യാപകമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാര്യക്രമത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ രാജ്യവ്യാപകമായിട്ട് തന്നെ മാത്രമല്ല ലോകവ്യാപകമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു മഹത് സംഘടനയാണ്. സംഘത്തിൻ്റെ പരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ഈ സംഘടനയെ പറ്റി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ വരുന്ന ഈ ഒരു വർഷത്തിൽ നടക്കുന്ന ഈ 50ാമത് വർഷം നടക്കുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് വ്യാപകമായിട്ട് അതിൻ്റെ പ്രവർത്തനം ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു സത്സംഗം എന്നുള്ള നിലയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തെ രാജ്യവ്യാപകമായിട്ട് ചലോ അമർനാഥ്, മുഴുവൻ ഭക്തജനങ്ങളെയും അമർനാഥിലേക്ക് യാത്ര പോകാനുള്ളൊരു പ്രേരണ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു യാത്ര പോകുന്നതിൽ ഒരു അംഗമാവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി വന്നപ്പോൾ, ഒരു 15 ദിവസം കൊണ്ട് പോയി വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അവിടുത്തെ ബുദ്ധിമുട്ടുകളും ഗുണങ്ങളും അതുപോലെ തന്നെ ആത്മീയമായിരിക്കുന്ന അനുഭൂതികളും ഒക്കെ തന്നെ പ്രതിപാദിച്ചുകൊണ്ടൊരു പുസ്തകം തയ്യാറാക്കുകയും ആ തയ്യാറാക്കിയ പുസ്തകം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തന്നെ ഒരു സത്സംഗ വേദിയിൽ വെച്ച് അത് പ്രകാശനം നിർവഹിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമയത്ത് തന്നെ ഈ പരിപാടി വെച്ചത്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ബഹുമാനപ്പെട്ട കൗൺസിലർ രുക്മിണി ടീച്ചർ അവരുകളാണ്. തൊട്ടടുത്ത വാർഡായ 3ാം വാർഡിൽ ആണ് അവർ കൗൺസിലറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. നമുക്കറിയാം. അവരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ധർമാചാര്യ ഗുരുക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പുസ്തകം പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സംപൂജ്യ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി തൃപാദങ്ങളാണ്. സംപൂജ്യ സ്വാമി തൃപാദങ്ങളെ ഈ സത്സംഗവേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം സംപൂജ്യ സ്വാമിയെ ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി ശ്രീ ജയനാരായണ ദേവിയെ ആദരവോട് ക്ഷണിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. മറ്റൊരു ധർമാചാര്യ ഗുരു നമ്മുടെ സംപൂജ്യ സ്വാമി നിജാനന്ദ സരസ്വതി തൃപാദങ്ങളാണ്. ഈ സത്സംഗവേദിയിലേക്ക് സംപൂജ്യ സ്വാമി നിജാനന്ദ സരസ്വതി തൃപാദങ്ങളെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട ശ്രീ VP ചന്ദ്രേട്ടൻ അവരുകളാണ്. SNDP ഒറ്റപ്പാലം താലൂക്കിൻ്റെ നേതൃനിരയിൽ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നു. ശ്രീ VP ചന്ദ്രേട്ടൻ അവരുകളെ ഈ സത്സംഗവേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സത്സംഗവേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് ഏവർക്കും സുഹൃതായ നമ്മുടെ പ്രിയപ്പെട്ട KP ശശിര ടീച്ചർ അവരുകളാണ്. നമ്മുടെ ഈ ലോകത്ത് മുഴുവൻ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ടീച്ചറുടെ ശബ്ദം എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലമായി ഈ മേഖലയിൽ
ഈ ഹൈന്ദവപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി എല്ലാ വേദിയിലും എവിടെ വെച്ചും ചങ്കൂറ്റത്തോട് പറയുന്ന ഒരു ഝാൻസി റാണി എന്ന നിലയ്ക്ക് നാം ഏവരും ആദരവോടുകൂടി കാണുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശശിര ടീച്ചറാണ് ഇവിടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ആദരവോടുകൂടി ഈ ശ്രീ കുറുമ്പക്കാവിലമ്മയുടെ തിരുമുമ്പിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യും. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി പദം അലങ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാനനീയ അമ്പലപ്പാറ ശ്രീ രാമചന്ദ്രേട്ടൻ, അദ്ദേഹമാണ് ജില്ലയുടെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ജില്ലയുടെ പ്രചാർ പ്രമുഖ ആയിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജയൻ മാസ്റ്റർ ഫ്രം മുണ്ടക്കോട്ടുകുറിശി, അദ്ദേഹത്തെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശ്രീ പരമേശ്വരൻ മാസ്റ്റർ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീ പരമേശ്വരൻ മാസ്റ്റർ അവരുടെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രുക്മിണി ടീച്ചർ അവരെ ക്ഷണിക്കുന്നു. ആദ്യമായി ശ്രീ കുറുമ്പദേവിക്ക് എൻ്റെ നമസ്കാരം. എല്ലാ മാന്യ വ്യക്തികൾക്കും സദസ്സിലുള്ളവർക്കും പ്രത്യേകം എൻ്റെ നമസ്കാരം അറിയിച്ചുകൊണ്ട് ശ്രീറാം ജയ റാം ജയ ജയ റാം, ശ്രീറാം ജയ റാം ജയ ജയ റാം, കേരള മാർഗദർശകം മണ്ഡലം സംസ്ഥാന സെക്രട്ടറി എന്ന പദം അലങ്കരിച്ചുകൊണ്ട് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. 279 ദിവസങ്ങളും 10 മണിക്കൂറുകളും കഴിയുമ്പോൾ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു മനുഷ്യ ശിശു ജനിക്കപ്പെടുന്നു. 120 വയസ്സ് എന്ന കണക്കിൽ കലിയുഗത്തിൽ ജീവിക്കേണ്ട ആ മനുഷ്യ ശിശു 24 മണിക്കൂറിനുള്ളിൽ 21,600 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യും. 120 വയസ്സ്, 365 ദിവസങ്ങള്, 24 മണിക്കൂറിൽ 21,600 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം. ഈ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് 100 നാഡികൾ, ഓരോ നാഡിക്കും 100 ശാഖകൾ, ഓരോ ശാഖയ്ക്കും 72,000 ഉപശാഖകൾ. ഇത്രയും ചേർന്ന ഒരു പാക്കേജാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം. ജന്മമെടുത്തത് മുതൽ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള പാക്കേജ് ജനിക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടാണ് ഇവിടേക്ക് അയക്കുന്നത്. എൻ്റെ ശിഷ്യനായ കണയം വേണുസ്വാമി അവർകൾ തൻ്റെ ജീവിതം കൊണ്ട് ജാതി മത ഭേദമന്യുള്ള സുഹൃത്തുക്കളുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നന്മ ചെയ്യാവുന്ന പ്രവൃത്തികൾ ചെയ്തു വരികയാണ്. ഓരോ യാത്രകളും, തീർത്ഥാടന യാത്രകൾ മുഴുവനും കേവലം ആധ്യാത്മിക യാത്രകൾ മാത്രമല്ല, സാമൂഹികപരമായും സാംസ്കാരികപരമായുമുള്ള ഒരു പ്രചോദനം കൊടുക്കാവുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്ത് കോടീകരിച്ചുകൊണ്ട് ഏർപ്പെടുത്തി വരികയാണ്. കഴിഞ്ഞ കൈലാസ മാനസ സരോവർ യാത്രയുടെ ഫലമായിട്ട് ആ കുട്ടി രചിച്ചതായ പുസ്തകം വളരെ ഗംഭീരമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നാം സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഋഗ്വേദം പറയുന്ന വാക്യം, അറിവാണ് ഈശ്വരൻ എന്നത് പ്രാബല്യമാക്കുമ്പോൾ, അഹം ബ്രഹ്മാസ്മി എന്ന് യജുർവേദം പറയുന്ന ഞാൻ ഈശ്വരനാണ്, എൻ്റെ ഉള്ളിൽ ഈശ്വരനാണ് എന്ന തത്വം മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് മറ്റൊരാൾക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ തത്വമസി എന്ന 3-ാം വേദമായ സാമവേദത്തിന്റെ വാക്യം പറഞ്ഞ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ തൻ്റെ ജീവിതം കൊണ്ട് ഉപയോഗമാക്കാവുന്ന പ്രവൃത്തികൾ ധർമ്മത്തെ സംരക്ഷിക്കാൻ
ചെയ്യണം എന്ന് അനുസന്ധാനം ചെയ്യിപ്പിക്കുവാൻ അയം ആത്മാ ബ്രഹ്മ എന്ന് അഥർവവേദം പഠിപ്പിക്കുന്നു. ഈ 4 വാക്യങ്ങളുടെ പ്രവൃത്തികളിൽ ഭഗവാൻ അയ്യപ്പൻ കുടിയിരിക്കുന്നതിന്റെ പ്രതീകമാണ്. ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പനെ മാലയിട്ട് കഴിഞ്ഞാൽ രാമൻ മാലയിട്ടാൽ രാമൻ സ്വാമി, കൃഷ്ണൻ മാലയിട്ടാൽ കൃഷ്ണൻ സ്വാമി, ഗോവിന്ദൻ മാലയിട്ടാൽ ഗോവിന്ദ സ്വാമി, അച്യുതൻ മാലയിട്ടാൽ അച്യുത സ്വാമി. അമ്മ മാളികപ്പുറം, ചേച്ചി മാളികപ്പുറം, മണികണ്ഠ സ്വാമി, മകൾ മാളികപ്പുറം എന്ന പേരുകൾ ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പൻ അയ്യപ്പനായി തീരുന്നത് കൊണ്ടാണ്. ഇതാണ് ഞാൻ നീയും ഒന്നാണ് എന്ന് പറയാൻ പോകുന്ന മണ്ഡലകാലത്തിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന മുദ്രധാരണവും അതിൻ്റെ ചടങ്ങും. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശ്വരനുണ്ട്. നാം ഓരോരുത്തരും ഈശ്വരനാണ്. എന്നാൽ മനുഷ്യജന്മം ലഭിച്ചിട്ട് നാം അത് ഈശ്വര കാര്യങ്ങൾക്ക്, ധർമ്മത്തെ സംരക്ഷിക്കാൻ ഉപയോഗമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ നാം എന്ത് ചെയ്തു? 120 വയസ്സിന്റെ ഉള്ളിൽ 60 വയസ്സ് വരെ കുടുംബം നോക്കി, കുറെ വർഷങ്ങൾ പഠിച്ചു, കുറെ വർഷങ്ങൾ കാവലിരുന്നു, കുറെ വർഷങ്ങൾ കൃഷി നോക്കി എന്ന് ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ധർമ്മത്തിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടായാൽ മറുപടി നിങ്ങൾക്കുണ്ടായിരിക്കണം. ശ്രീമാൻ കണയം വേണുസ്വാമി അവർ തന്റെ ജീവിതത്തിന്റെ പ്രവർത്തനം കൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാക്കി, കുടുംബത്തിന് ഉയർച്ചയുണ്ടാക്കി, സമാജത്തിന് ഉയർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിലൂടെയും എഴുത്തിലൂടെയും. ഒരു മനുഷ്യൻ ജനിച്ചാൽ 5 പേർക്ക് ഉപയോഗമായിരിക്കണം. 1 വ്യക്തി, 2 കുടുംബം, 3 സമാജം, 4 ലോകം. ഈ 4 പേർക്ക് ഉപയോഗമായാൽ മാത്രമേ ഈശ്വരന് അയാളെ ആവശ്യമുള്ളൂ. അങ്ങനെ വ്യക്തി, കുടുംബം, സമാജം, ലോകം, ഈശ്വരൻ, ഈ 5 ഘടകങ്ങൾക്കും ഒരുപോലെ ഉപയോഗമാകാവുന്ന പ്രവർത്തികൾ ശ്രീ വേണുസ്വാമി പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മുൻപിൽ കേരള സംസ്ഥാനത്തിന്റെ സന്യാസി സഭയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നമസ്കരിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് നിർവഹിക്കുവാൻ സർവമംഗള സ്വരൂപിണിയായ ദേവി ഒരു അവസരം നൽകിയല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശനം ചെയ്ത ഉടനെ ആദിപരാശക്തിയായ ദേവിക്ക്, കുറുമ്പ ഭഗവതി ദേവിക്കാണ് കാണിച്ചത് എന്നുകൂടി സമർപ്പിച്ചുകൊണ്ട് നമസ്തേ നമസ്തേ നമസ്തേ. ഓരോ വീടുകളിലും ഓരോ കുട്ടികളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ അമർനാഥ് തീർത്ഥാടനം എന്ത് എന്ന് പഠിക്കാൻ ഈ ഗ്രന്ഥം മുഴുവനായിട്ടും ഉപയോഗമായി തീരും. അതിനു വേണ്ടതായ സഹായ സഹകരണങ്ങൾ നൽകി സഹകരിച്ച് ഇത്ര പെട്ടെന്ന് തന്നെ സംഘടനാ തലത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ വടവൃക്ഷമായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇത് പ്രകാശനം ചെയ്യാൻ സാധിച്ചത് സനാതന ധർമ്മമായ ഹിന്ദുധർമ്മത്തിന്റെ ഉദ്ദീപനത്തിന്റെ, ജ്വലനത്തിന്റെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്തേ നമസ്തേ നമസ്തേ. നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഹിന്ദു സമൂഹത്തിന് ആത്മീയത കൈവിട്ടുപോയി എന്നുള്ളതാണ്. ആ ആത്മീയതയുടെ മാത്രമേ നമ്മൾക്ക് ഇനി രക്ഷ നേടാൻ പറ്റുകയുള്ളൂ. ഒരു വീടായാൽ അവിടെ പ്രാർത്ഥന വേണം, ഏതെങ്കിലും ഒരു ദേവന്റെ ഒരു ഫോട്ടോ വെച്ച് വിളക്ക് വയ്ക്കണം. അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആഭ്യമ്മലോകാദശേഷാദ് ആലോകലോക പർവതാദ്
സന്ധി ബ്രഹ്മജ്ഞാ ദേവാഃ തേഭ്യോ നിത്യം നമാമ്യഹം. ഓം. വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഒത്തിരി പുസ്തകങ്ങൾ നമ്മുടെ വേണുവിനെ വീണ്ടും വീണ്ടും എഴുതുവാൻ കഴിയട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഞാനിവിടെ ജിജ്ഞാസയോടുകൂടി ഇരിക്കുന്നത് എനിക്ക് കൂടി ആദരണീയായിരിക്കുന്ന ശശികല ടീച്ചറുടെ, ഞാൻ വാസ്തവത്തിൽ ദുർഗാ ഭഗവതി എന്നാണ് മനസ്സിൽ പറയാറ്. നമ്മുടെ ശശികല ടീച്ചറുടെ എന്താ പറയുക, ആ വാഗ്വിലാസത്തിൻ്റെ പ്രവാഹത്തെ നമുക്ക് ശ്രവിക്കാം. എല്ലാവരെയും ആ ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. ഞാനും എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഓം കാമതോ അകാമതോ വാപി യത്കരോമി ശുഭാശുഭം. സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഒന്ന്, എല്ലാ അധർമ്മത്തിനുമെതിരെ ധാർമ്മിക ശക്തിയെ ഉജ്ജ്വലിപ്പിക്കുന്ന ശ്രീ കുറുമ്പാ ഭഗവതിയുടെ തിരുനടയിൽ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം മനസ്സിൽ അളക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിൽക്കുന്ന ഹിമവാന്റെ മടിത്തട്ടിലെ അത്ഭുതങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ആ കണ്ട മാതിരി തന്നെ അതേ അനുഭൂതിയോടുകൂടി എഴുതിയെത്തിക്കുന്ന വേണുവേട്ടൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കൂടി പ്രകാശനത്തിനാണ് നമ്മളിവിടെ ഒരുമിച്ച് നിൽക്കുന്നത്. ഈ പുസ്തകം അതിൻ്റെ ഇന്നത്തെ രൂപത്തിലെത്തുന്നതിന് മുൻപ് എന്നെ പേടിപ്പിച്ചുകൊണ്ട് വേണുവേട്ടൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. ഇതിന് എന്തെങ്കിലും ഒന്ന് അവതാരികയോ ആമുഖമോ എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു രൂപത്തിലൊന്ന് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് എഴുതണം എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നാൽ എൻ്റെ മുട്ട് കൂട്ടിയിടിക്കും എന്നുള്ളതാ സത്യം. കാരണം എഴുത്ത് എൻ്റെ മേഖലയല്ല. എൻ്റെ ഗുരുനാഥ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നെ പഠിപ്പിച്ചത്. എന്നാലും എനിക്കിപ്പോഴും പേടിയുള്ള ഒരു രംഗമാണ് എഴുതുക എന്ന് പറഞ്ഞാൽ. പറയാനാകാം, എഴുതൽ സാമാന്യത്തിലധികം ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ സ്നേഹനിർബന്ധത്തിന് വഴങ്ങി അത് ചെയ്യാൻ എന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷം, എന്താണ് വേണുവേട്ടൻ കണ്ടത് എന്ന് കുറിച്ചു വെച്ചത് എനിക്ക് ആദ്യം വായിക്കാലോ എന്നുള്ളതാണ്. കാരണം വായിക്കേണ്ടതിൻ്റെ അവതാരിക എഴുതാൻ സാധിക്കില്ലല്ലോ, അല്ലെങ്കിൽ ആമുഖം എഴുതാൻ കഴിയില്ല, ഇതിനെപ്പറ്റി ഒന്നും എഴുതാൻ കഴിയില്ല. അപ്പം അത് ആദ്യം വായിക്കാലോ എന്നുള്ള ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എന്നെ എനിക്ക് പറ്റുന്ന കാര്യമല്ലെങ്കിലും ആ ദൗത്യം ഏറ്റെടുക്കുന്നതിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. സഹസ്രാബ്ദങ്ങളായി ഈ നാടിൻ്റെ ഒരു സംസ്കാരം സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഹിമവൽ സേതു പര്യന്തമുള്ള ഭാരതം എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിവേകാനന്ദ സ്വാമിയുടെ സാർദ്ധശതി 150-ാം ജയന്തി ആഘോഷിക്കുന്ന സമയമാണിത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഭാരതത്തിന്റെ ചില സവിശേഷമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വാമി പറഞ്ഞത്, അടുത്ത 80 വർഷക്കാലത്തേക്ക് നിങ്ങൾ മറ്റ് ദേവതകളെയെല്ലാം മറക്കൂ, ഭാരത മാതാവായിരിക്കട്ടെ നിങ്ങളുടെ ആരാധ്യ ദേവത. അദ്ദേഹം നാസ്തികനായിട്ടല്ല, ഈശ്വര വിശ്വാസമില്ലാതെയല്ല. കാരണം തികഞ്ഞ കാളീഭക്തനായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനാണ്. അദ്ദേഹം പൂജാരി കൂടിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന്. അപ്പൊ ഒരിക്കലും ഈശ്വര വിശ്വാസമില്ലാതെയോ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടോ അല്ല, ഭാരതത്തിന് ചില സവിശേഷമായ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, അടുത്ത 80 വർഷത്തേക്ക് ഭാരത മാതാവായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആരാധനകളും ഏറ്റുവാങ്ങുന്നത്. കാരണം സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്ന ഭാരതത്തെ അദ്ദേഹം ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. ഹിമവൽ സേതു പര്യന്തമുള്ള മണ്ണ് ഭാരതീയരുടേതായി മാറുമ്പോൾ ആ ഹിമവാന്റെ ഔന്നത്യവും ഗംഗയുടെ പരപ്പും ഈ സംസ്കാരത്തിന്റെ ആഴവും ഇതിന്റെ മഹിമയുമൊക്കെ ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കണം എന്നതിൽ നിന്നാണ് ഈ രാഷ്ട്രത്തോട് സ്നേഹം ഉണ്ടാകണം, ഈ രാഷ്ട്രത്തെ അമ്മയായി കാണണം, ആ അമ്മയെ പൂജിക്കണം. പലരും ചോദിക്കാറുണ്ട്, വിവേകാനന്ദ സ്വാമി എന്താ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുന്ന സമയത്തല്ലേ സ്വാമിജി ഇത്രയും നമ്മൾക്ക് സത്സംഗമൊക്കെ നടത്തി ലോകത്തിന്റെ നെറുകയെത്തുന്ന സനാതന ധർമ്മത്തെ എത്തിക്കുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം ബ്രിട്ടീഷുകാരെ പറ്റി പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യ സമരം അന്ന് നടക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല
എന്തേ സ്വാമിജി കാണാതെ പോയോ ഈ രംഗം? പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അവിടെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അദ്ദേഹം ദീർഘദർശനം ചെയ്തത് എന്താണ് എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഹിമവൽ സേതു പര്യന്തമുള്ള ഈ മണ്ണ് കാക്കാൻ വെളുത്ത സാഹിബ് പോയിട്ട് കറുത്ത സാഹിബ് ഇരുന്നാ പോരാ എന്നുള്ളത് തന്നെയാണ്. സ്വന്തമായ തന്ത്രം ഉണ്ടാകണം, ഈ രാഷ്ട്രം എന്താണെന്ന കാഴ്ചപ്പാടുണ്ടാകണം, ഇതിന്റെ മഹിമ എന്താണെന്ന് അറിയണം, അത് ഉജ്ജ്വലിപ്പിക്കത്തക്ക ശേഷിയായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇതിനാണ് ആ ഒരു ആന്തരികമായ ചൈതന്യം ഭാരതത്തിനുണ്ടാക്കിയെടുക്കാൻ, അതിന് ഇരുമ്പിൻ ശിരാതന്തുക്കളും ഉരുക്കിൻ മാംസപേശികളുമുള്ള യുവത്വത്തെ വളർത്തിയെടുക്കണം. ഇതിനായിരുന്നു സ്വാമികളുടെ പരിശ്രമം. തീർച്ചയായും ആ പരിശ്രമമാണ് നമ്മൾ എല്ലാവരും ഇന്ന്. നമുക്ക് അത്രത്തോളം ഒന്നും ഉയരാൻ കഴിയില്ല എങ്കിലും സ്വാമിയുടെ ആശയ ആദർശങ്ങൾ അനുഗ്രഹത്തോടൊപ്പം നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആന്തരികമായ ചൈതന്യത്തെ വളർത്തിയെടുക്കണം. ഭാരതത്തിന് എല്ലാം ഉണ്ട്, പക്ഷെ ആ ചൈതന്യത്തെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോയി. സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായ തന്ത്രമാണ്, സ്വന്തമായ തന്ത്രം. പക്ഷെ അത് വാക്കിലേ ഉണ്ടായുള്ളൂ, സ്വന്തമായ തന്ത്രം നമുക്കുണ്ടായില്ല. നമ്മുടെ രാഷ്ട്രീയ ആദർശങ്ങളാകട്ടെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥിതിയാകട്ടെ, നമ്മുടെ ഭരണഘടനയാകട്ടെ, ഒന്നിനും മണ്ണിനോട് കാര്യമായ ബന്ധമില്ലാതെ മറ്റാരുടെയൊക്കെയോ കയ്യടി കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് 6.5 പതിറ്റാണ്ടിന് ഇപ്പുറം നമ്മൾ മനസ്സിലാക്കുന്നു കയ്യടിക്കപ്പുറം ഒന്നുമില്ല. നമുക്കെല്ലാം, നമ്മുടെ നാടിനെല്ലാം വേണ്ടത് കേട്ടാ തൽക്കാലം ഒന്ന് കയ്യടിക്കണം, നാട് വളർന്നോളന്നില്ല. നമ്മുടെ നാട്ടില് ഹിന്ദുവിന്റെ ജന്മഭൂമിയിൽ, കർമ്മഭൂമിയിൽ, മോക്ഷഭൂമിയിൽ, പുണ്യഭൂമിയിൽ ഹിന്ദു ആകുക എന്ന് പറഞ്ഞാൽ ഒരു അപകടം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ ഹിന്ദു അല്ല. നമ്മുടെ കേരള നിയമസഭയിൽ നോക്കൂ, 3 തരം MLA-മാരല്ലേ കാണാൻ പറ്റുള്ളൂ. 3 തരം MLA-മാര്. ക്രിസ്ത്യൻ MLA-മാരുണ്ട്, മുസ്ലിം MLA-മാരുണ്ട്, പിന്നെ മതേതര MLA-മാരുണ്ട്. കേരളം ഞങ്ങൾ